ഗോൾഡിൻ്റെ അപ്ഡേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗോൾഡ് ഈ ആഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ല ബുള്ളിഷിലേക്കാണ് പോകുന്നത് അല്ലേ. സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഒരു $50 മുകളിലാണ് സ്റ്റാർട്ട് ചെയ്തത്. നല്ല ബുള്ളിഷിലാണ് പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് SMCയിലും ICTയിലൊക്കെ നമുക്ക് നോക്കണമെങ്കിലും മുകളിൽ വേറെ POI ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ ശരിക്കും അടുത്തൊരു ബ്രേക്ക് ഔട്ട് നോക്കണമെന്ന് വെച്ചാൽ 1 ഹവറിൻ്റെ ക്യാൻഡിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1 ഹവറിൻ്റെ ക്യാൻഡിൽ 60 മേലിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രൈസ് മുകളിലേക്ക് പോയി. 80 മേലിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 730 ഒരു $50 മുകളിൽ പ്രൈസ് പോകാം. ഇപ്പോൾ ആ രീതിയിലാണ് പ്രൈസ് കയറിപ്പോയിരിക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റ് നിൽക്കുന്നത്. ഇപ്പോൾ ഇന്ന് നമ്മൾ മോർണിംഗ് നോക്കുമ്പോഴാണ് 80 മുകളിൽ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതാണ് ഈ പറയുന്ന 830 ബ്രേക്ക് ചെയ്ത് 830 മുകളിൽ പുതിയ ക്യാൻഡിൽസ് വന്നു. കണ്ടോ, ഇവിടെ പുതിയ ക്യാൻഡിൽസ് വന്നു. നേരെ 860 മുകളിലും പുതിയ വന്നപ്പോൾ ഇനി 880. പക്ഷേ 880 മുകളിൽ പുതിയ ക്യാൻഡിൽ ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ന്യൂയോർക്കിൽ 880 മേലിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് ശരിക്കും പറഞ്ഞാൽ 930 വരെ പ്രൈസ് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ എല്ലാവരും പേടിക്കണമെന്ന് വെച്ചാൽ പെട്ടെന്നൊരു വീഴ്ച ഉണ്ടാവുക. ചിലപ്പോൾ പെട്ടെന്നൊരു വീണ് കഴിഞ്ഞാൽ ഒരു 100 150 മാക്സിമം $200 എടുത്തിട്ട് പ്രൈസ് വീണ്ടും കയറാം. നിങ്ങൾക്ക് കിട്ടുന്ന നല്ല ബുള്ളിഷ് കിട്ടുന്ന ഏതെങ്കിലും ഒരു POയിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എൻട്രി എടുക്കുക. ഇപ്പോൾ ഇന്നലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ 15ൻ്റെ IDയും എടുത്ത് ഫസ്റ്റ് ടാർഗറ്റ്, 15ൻ്റെ OBന്ന് സെക്കൻഡ് എൻട്രി, ഇതൊക്കെ എല്ലാം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഹോൾഡ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഏകദേശം 830 വരെയൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിയ ട്രേഡുകളാണ്. ഇനി അതിനേക്കാളും അടുത്തടുത്ത ബ്രേക്ക് ഔട്ട് എടുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്. ഇതൊക്കെ നമ്മൾ സാധാരണ അതിൻ്റെ മേജർ ഹൈയും ജസ്റ്റൊക്കെ തന്നെ ടാർഗറ്റ് ഇങ്ങനെ കാണിച്ചിട്ടുള്ളെങ്കിലും നമുക്കിത് ലോങ് ടൈം ഹോൾഡ് ചെയ്ത് നല്ല പ്രോഫിറ്റ് എടുത്ത ട്രേഡുകളാണ്. അപ്പോൾ നമുക്ക് 50 മിനിറ്റിൻ്റെ ആണെങ്കിലും സെക്ഷൻ്റെ ഒക്കെ ആണെങ്കിലും ഇങ്ങനെ കിട്ടുന്ന ട്രേഡുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, പ്രൈസ് മുകളിലേക്ക് പോകുമ്പോൾ ഈ പറയുന്ന ബ്രേക്ക് ഔട്ട് ഇപ്പോൾ നിങ്ങളിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 860 മുകളിൽ ഓപ്പൺ ചെയ്ത് 880 വരെ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് വേണ്ടത് 880 മുകളിൽ 1 ഹവറിൻ്റെ പുതിയ ക്യാൻഡിൽ ഓപ്പൺ ചെയ്യണം. 80 മുകളിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 900 മുകളിൽ വീണ്ടും 1 ഹവറിൻ്റെ ക്യാൻഡിൽ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 930 വരെ പോകാം. 930 മുകളിൽ വീണ്ടും ഓപ്പൺ ചെയ്യണമെങ്കിൽ എന്തുവാ, വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോകും. അപ്പോൾ എല്ലാവരും നല്ല ബുള്ളിഷാണ്. സെല്ലെടുക്കാതെ ബൈ എൻട്രികൾ മാത്രം എടുക്കുക.